ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കണോ? അപ്പം ഞാൻ ഇത്ര നാൾ വീഡിയോ ഇടാഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ സൗണ്ടൊക്കെ പോയിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ സൗണ്ടൊക്കെ തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ദീപാവലിക്ക് എടുത്ത കുറച്ച് ക്ലിപ്പിങ്സൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ അത് ഈ വീഡിയോയിൽ കാണിക്കാമേ. ഇപ്പോൾ നമ്മൾ പോയത് കരാമ നൈറ്റ് മാർക്കറ്റിലേക്കാണ്. കരാമ നൈറ്റ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ ഈ ഫെയറൊക്കെ തുടങ്ങില്ല, ഇങ്ങനത്തെ കുറേ എക്സിബിഷൻ പോലത്തെ സംഭവമൊക്കെ വരില്ലേ, അങ്ങനത്തെ ഒരു ഫീല് നമുക്ക് വരും. അപ്പോൾ ഇവിടെ ഞങ്ങൾ പോയി നോക്കിയപ്പോൾ ഇത് അങ്ങനത്തെ ഒരു എൻട്രൻസ് കാണാൻ നല്ല രസമുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ സാധാരണ പോലെ തന്നെ കുറേ ഐറ്റംസൊക്കെയാണ് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് മെയിനായിട്ട് ഉദ്ദേശം. അപ്പോൾ കുറേ ഉണ്ടായിരുന്നു, ബാഗുകൾ, പിന്നെ ഡ്രസ്സ്, പിന്നെ മെയിനായിട്ട് അതാണ്, ബാഗും ഡ്രസ്സുമാണ്. പിന്നെ ഈ കമ്പിളി അങ്ങനത്തെ ഐറ്റംസ്, വാച്ച്, കമ്മലുകൾ, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഈ ഫുഡ് കഴിക്കാനുള്ള ഏരിയ. ഇങ്ങനത്തെ ഒരു വലിയ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്, മേലെയുണ്ട് കഴിക്കാനായിട്ടുള്ള സ്ഥലം. അവിടെ ഇരുന്ന് ആൾക്കാർ പലതരം ഫുഡൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട്. പിന്നെ ഗെയിംസ് കളിക്കാനുള്ള ഏരിയ ഉണ്ടായിരുന്നു, അങ്ങനെ അവിടെ നിന്ന് ഗെയിംസൊക്കെ കളിക്കാൻ പറ്റും. പിന്നെ മെയിനായിട്ട് തന്നെ നമ്മളിങ്ങനെ ചുറ്റി നടന്ന് കാണാം, അത്ര തന്നെ. പിന്നെ ഫോട്ടോ എടുക്കാനുള്ള കുറച്ച് സ്പോട്ട്സൊക്കെ ഉണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ കരാമ മാർക്കറ്റിൽ ഇവിടെ ഉള്ളവർ പോവാത്തവരുണ്ടെങ്കിൽ നൈറ്റ് മാർക്കറ്റിൽ പോയിക്കോളൂ. ഈ നാട്ടിലത്തെ എക്സിബിഷൻ അങ്ങനത്തേനൊക്കെ പോകാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ്. വലുത് അത്ര വലിയ സ്പേഷ്യസ് ഒന്നുമല്ല, ലൈക്ക് ഒരു ചെറിയ ഏരിയയിൽ ഒരു നമ്മൾ കുട്ടികൾ ഫുട്ബോൾ കളിക്കില്ല, അങ്ങനത്തെ ഒരു ഏരിയ പോലെ അവിടെ ആ ഗ്രൗണ്ടിൽ ഇട്ടിരിക്കുകയാണ്, സെറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ അവിടെ പോകാത്തവർ പോയി കാണുക. പിന്നെ ഇത് നമ്മുടെ ബുർജ്മാൻ മോളിലെ ദീപാവലി ഡെക്കറേഷനാണ്. എൻ്റെ സൗണ്ട് ഇപ്പം തിരിച്ചു വന്നതുകൊണ്ട് ഞാൻ ദീപാവലിക്ക് ഇടണമെന്ന് വിചാരിച്ചതാണ്. ഞാനിപ്പം ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളൂ. ദീപാവലി ഇവിടെ ഇങ്ങനെയൊക്കെയായിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഇവിടെ ഭയങ്കര നല്ല ഡെക്കറേഷനായിരുന്നു. അപ്പോൾ ഫുള്ളിതുപോലെ അടുത്തുള്ള ബിൽഡിങ്സിലെല്ലാം ലൈറ്റ്സ് ആയിരുന്നു, ഫുള്ള് ലൈറ്റായിരുന്നു. ഇവിടെ പടക്കം പൊട്ടിക്കലും പരിപാടിയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഏരിയയിൽ രാത്രി നടക്കാൻ നല്ല രസമായിരുന്നു. ലൈറ്റിൽ ഇങ്ങനെ ഫുള്ള് ലൈറ്റിൽ കണ്ടുകൊണ്ട് നടക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ ഞാൻ ചേട്ടനിങ്ങനെ വാക്കിങ്ങിന് പോയപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് ഇങ്ങനെ എടുത്തു. എല്ലാ ബിൽഡിങ്ങിലും ഇതേപോലെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്, ഫുള്ള് ലൈറ്റായിരുന്നു. നമുക്ക് വാക്കിങ് ഭയങ്കര രസമായിട്ട് തോന്നും. പിന്നെ ഇവിടെ നൈറ്റ് അടുത്ത് കടകളൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വാക്ക് ചെയ്ത് വന്ന ഒരു ചായയോ ഒരു ഐസ്ക്രീമോ എന്തെങ്കിലുമൊക്കെ കഴിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസമാണ്, കാരണം ഫുള്ള് കാണുന്ന ലൈറ്റാണല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നാട്ടിൽ ദീപാവലി ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇവിടെ അങ്ങനെ വലിയ മിസ്സിങ് തോന്നില്ല, കാരണം ഇവിടെ ഫുള്ള് ഇങ്ങനെ ലൈറ്റ്സും പിന്നെ പടക്കം പൊട്ടിക്കലും കമ്പിത്തിരിയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ കുറച്ച് ലൈറ്റ്സിൻ്റെ ക്ലിപ്പിങ്സ് നിങ്ങൾ കണ്ടോളൂ. അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. എൻ്റെ സൗണ്ട് ഫുള്ളായിട്ട് ശരിയായിട്ടില്ല, ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കുട്ടി വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശരി എന്നാൽ ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുമോ. ബൈ.